ഗൗതമേ, ഇന്നലെ ഈ കാശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണം അത് ശരിക്കും പാകിസ്ഥാൻ തന്നെയാണ് അതിനകത്ത് കൈ ഉള്ളത് എന്ന് തന്നെയാണ് സംസാരം. അത് തന്നെയായിരിക്കാം സത്യം. ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഇറങ്ങുകയാണ്. ഇന്ത്യയിലെ രാജ്യസ്നേഹികൾ, ദേശാഭിമാനികൾ ഒന്നടങ്കം തീവ്രമായ അവരുടെ രാജ്യസ്നേഹം പ്രകടമാക്കുന്ന ഒരു അവസരമാണ്. എന്താണ് ഈ പറയുന്ന ഇന്ത്യയുടെ ആ ഒരു നടപടി? ഇപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു തീവ്രമായിട്ടുള്ളൊരു വികാരം, ദേശത്തോടുള്ളൊരു വികാരം എന്തു പറയും? തീർച്ചയായിട്ടും, അതായത് ഭീകരവാദികൾക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായിട്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസികളും സൈനികരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏതാണ്ട് ഛായാചിത്രങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ സൈനിക ഉദ്യോഗസ്ഥർക്കും ഇൻ്റലിജൻസ് ഏജൻസിക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറാവുകയാണ്. അതായത് എങ്ങനെയാണ് നമ്മളെ ഹമാസിനെ ഇസ്രായേൽ ആക്രമിച്ചത്. ഒക്ടോബർ 7-ാം തീയതിയുള്ള ആക്രമണം നമുക്കറിയാം. അതിനുശേഷമുള്ള പ്രത്യാക്രമണമായിരുന്നു ഹമാസിൻ്റെ അടപടലം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആക്രമണം. അപ്പം ആ രീതിയിൽ പാകിസ്ഥാനെ മുഴുവൻ മുച്ചൂടും മുടിച്ചു കളയുന്ന രീതിയിലുള്ളൊരു ആക്രമണമായിരിക്കണം ഇന്ത്യ നടത്തേണ്ടത്. ഇസ്രായേൽ എങ്ങനെയാണോ ഹമാസിനെ ആക്രമിച്ചത് അത്തരത്തിൽ ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യ നീങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അങ്ങനെ ഊറ്റം കൊള്ളുകയാണ് ഒരുപാട് ഇതിൽ വേദനിക്കുന്ന ദേശാഭിമാനികളായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ. ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് നമുക്കൊന്ന് വായിക്കാം. മലയാള മനോരമയുടെ ഹെഡ്ലൈന് പഹൽഗ്രാം ഭീകരാക്രമണം, പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ, പാക് പൗരൻ ഇന്ത്യ വിടണം. ഇങ്ങനെയാണ് പാക് പൗരൻ ഇന്ത്യ വിടണം. മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത് പഹൽഗാമിലെ ചോരയ്ക്ക് മറുപടി, തിരിച്ചടിച്ച് ഇന്ത്യ. ഇങ്ങനെയാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻ. ജന്മഭൂമി പറയുന്നു രാജ്യം ഒറ്റക്കെട്ട്, പാകിസ്ഥാനെതിരെ കശ്മീർ ജനതയുടെ വൻ പ്രതിഷേധം. ഇനി നമ്മൾ മംഗളം എടുക്കുകയാണെങ്കിൽ നയതന്ത്രത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ. ഇനി കേരള കൗമുദി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും, കടുത്ത നടപടി തുടങ്ങി ഇന്ത്യ. ഇനി നമുക്ക് ദേശാഭിമാനി എടുക്കാം. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ മുഖ്യമന്ത്രിയുടെ വലിയൊരു ചിത്രം ഉദ്ഘാടനം ചെയ്യുന്നൊരു ചിത്രമാണ്. AKG സെൻറ്റർ തുറന്നു, പുതിയ പ്രഭാതങ്ങളിലേക്ക്. ഇനി നമ്മൾ ഉള്ളിലത്തെ പേജിലേക്ക് നോക്കുകയാണെങ്കിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പേര് ദേശാഭിമാനി എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രോൾ മഴ കൊണ്ട് പെരുകുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പുതിയ AKG സെൻറ്ററിൻ്റെ ബിൽഡിങ് ആ ഉദ്ഘാടന ദിവസം ഒന്ന് മാറ്റി വെക്കേണ്ടതായിരുന്നില്ലേ? രാജ്യം ഇത്രയും വലിയ ഒരു കടുത്ത ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഉദ്ഘാടന ദിവസം മാറ്റേണ്ടതായിരുന്നില്ലേ? ഇപ്പോൾ ഈ ഹെഡ്ലൈൻ നോക്കട്ടെ, എത്ര സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ദേശാഭിമാനി എന്നാണ് ഇവരുടെ പേര് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശാഭിമാനി എന്ന പേരിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണോ നടത്തുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ ദേശാഭിമാനിയെ സ്നേഹിക്കുന്ന വായിക്കുന്ന നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? ഗൗതമ, ഇതേ ഈ പറയുന്ന വാർത്ത ഞാൻ കണ്ടതാണ്. ദേശാഭിമാനി ഞാൻ രാവിലെ കണ്ടതാണ്. അപ്പോൾ നേരത്തെ അറിയാൻ എന്നാണ് നമ്മുടെ ടാഗ് അവരുടെ, അല്ലേ? ദേശാഭിമാനിയുടെ ടാഗ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ദേശാഭിമാനി ഈ അത്തരത്തിലൊരു വാർത്ത AKG സെന്ററിന്റെ ഇനാഗുറേഷൻ അതിൽ ഇടുന്നതിൽ അവരിട്ടതിൽ അവർക്കൊരു അനൗചിത്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാര്യം ദേശാഭിമാനി പത്രത്തിൽ AKG സെന്റർ പുതിയ പ്രഭാതങ്ങളിലേക്ക് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനും സഖാക്കള പടവും ചിരിക്കുന്ന മുഖവും AKG സെന്ററിന്റെ ഇനാഗുറേഷനും. ദേശാഭിമാനിയാണ് അവരുടെ ലോകം. വായിക്കുന്ന അക്ഷരങ്ങൾ കാണുന്നത്. ഞാൻ അടുത്തിടയ്ക്ക് ശ്രദ്ധിച്ചത് എത്രയോ അടിമകൾ, നമ്മൾ ഈ പറയുന്ന, എനിക്ക് ആ ഷോർട്ട് നെയിം പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സഖാക്കൾക്കൊരു ഷോർട്ട് നെയിം എന്തോ പുതിയ സോഷ്യൽ മീഡിയ ഭാഷയുണ്ടല്ലോ. നോക്കുമ്പോൾ ദേശാഭിമാനി ഇന്നും കണ്ടു. ഒരു നമ്മുടെ ഞാൻ താമസിക്കുന്നതിനടുത്തൊരു വീട്ടിലൊരു ചേട്ടൻ വായിക്കുന്ന ദേശാഭിമാനിയാണ്. അവരുടെ ലോകം എന്ന് പറയുന്നത് അവർ വായിക്കുന്ന ദേശാഭിമാനിയാണ്. ഒരു കുഞ്ഞു ലോകമാണ്. അത് കുളത്തിലെ തവള അല്ലെങ്കിൽ കിണറ്റിലെ തവള എന്ന് അതിനെ നമ്മൾ
ഒരു 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 ഇത് പറയും, ഒരു ഈ പല പത്രങ്ങളും പാകിസ്ഥാനെ തിരിച്ചടിക്കണം, പാകിസ്ഥാനെതിരെ കനത്ത മറുപടി കൊടുക്കണം എന്ന് നമ്മുടെ രാജ്യത്ത് ദേശസ്നേഹമുള്ള ആൾക്കാർ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും അല്ല, ദേശസ്നേഹം ഉണർത്തുന്ന തലക്കെട്ടുകള് മലയാളത്തിലെ പല പ്രമുഖ പത്രങ്ങളും കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദേശാഭിമാനി എന്ന് പേരുള്ള ദേശാഭിമാനിക്ക് എന്തുകൊണ്ട് ദേശാഭിമാനം തുളുമ്പുന്ന ഒരു തലക്കെട്ട് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ചോദ്യം. അവരുടെ സഖാക്കൾ പത്രം ഇതാണ്, അവരുടെ സഖാക്കൾക്ക് അവർ ഓതുന്ന മന്ത്രം, അവർ പറയുന്ന അവരുടെ ഭാഷ്യം, അവർ പറയുന്നത് പഠിക്കുക, അവരുടെ വേദവാക്യങ്ങൾ, അതിന് അവർ കൊടുക്കുന്ന ഇതാണ്. ഒരു പാർട്ടി മെമ്പർ തീർച്ചയായിട്ടും അവന് ജീവിക്കാൻ ആഹാരം കഴിക്കാൻ കാശില്ലെങ്കിലും അവനൊരു പത്രം വരുത്തിയിരിക്കണം അവൻ്റെ വീട്ടിൽ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു നിബന്ധന. അങ്ങനെ നിബന്ധന ഉള്ളപ്പോഴത്തേക്ക് അവർക്ക് വായിക്കാനുള്ളത് അവരുടെ ഏറ്റവും വലിയ കാര്യം AKG സെന്റർ തുറന്നത് തന്നെയാണ്. ഇതിൽ നമ്മൾ ആ കാര്യം ആളുകൾ തീരുമാനിക്കട്ടെ, എന്താണ് ദേശാഭിമാനിയുടെ ആ പേര് ദേശാഭിമാനിക്ക് ഉതകുന്നതാണോ എന്നൊക്കെ. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാനിന് കൊടുത്തിരിക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് ഇവിടെ ഏറ്റവും ഒരു ചർച്ചാ വിഷയമായിട്ട് ഈ തലക്കെട്ടുകളിലെല്ലാം അതിൻ്റെ താഴത്ത് വരുന്ന വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലകരാർ, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള ജലകരാറിനുമായി അതിനൊരു കനത്ത പ്രഹരം ഏറ്റിരിക്കുകയാണ്. 1960 സെപ്റ്റംബർ 19 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ഈ കരാറിൽ ഒപ്പിട്ടത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാനിന് കൂടുതലും ഇതിന് ഗുണം കിട്ടുന്നത് പാകിസ്ഥാനാണ്. അതായത് 70% ഗുണവും പാകിസ്ഥാനാണ്. കാരണം കൂടുതൽ നദികൾ, അതായത് സിന്ധു, ചെനാബ്, ഝലം തുടങ്ങിയ നദികൾ, ഈ നദികളിൽ നിന്നൊക്കെ ഉപാധികളില്ലാതെ, അതായത് അളവിന് കൂടുതലും എത്ര വേണമെങ്കിലും ജലം എടുക്കാമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ ഉടമ്പടി പ്രകാരമുണ്ട്. ബിയാസ്, രവി, സത്ലജ് അതുപോലത്തെ നദികളിൽ നിന്നാണ് ഇന്ത്യക്ക് ജലമെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം സംഭരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടക്കാൻ പറ്റും. അതായത് പാകിസ്ഥാന്റെ പല മേഖലകളിലേക്കും വെള്ളം എത്തുന്നത് ഇത്തരത്തിൽ ഈ നദികളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നതൊക്കെ ഈ നദികളിൽ നിന്നാണ്. അപ്പോൾ തീർത്തും ഈ ഒരു ഉടമ്പടി ഇപ്പോൾ ഇവിടെ ഇന്ത്യ മരവിപ്പിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു വരൾച്ച പാകിസ്ഥാനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം, അതെ, കുടിവെള്ളം മുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിന് പുറമെ പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ റദ്ദാക്കുക, വിസ നൽകാത്തൊരു അവസ്ഥ. അതോടൊപ്പം പഞ്ചാബ് വാഗയിലെ അഠാരി അതിർത്തി അടയ്ക്കും. ഈ അതിർത്തി വഴി ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് എല്ലാ വ്യവസ്ഥകളോടും കൂടി, കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥകളോടുകൂടി പോയവർ മെയ് 1 തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമാബാദിലെയും പാകിസ്ഥാനിലേക്ക് ഹൈക്കമ്മീഷന്മാരിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ തിരിച്ചു വിളിച്ചു, സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രഹരം പാകിസ്ഥാനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തിരിച്ചടിക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു ആരംഭം മാത്രമാണ്. വെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ആരംഭം എവിടെ ചെന്നെത്തും എന്ന് കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഫോർമർ US പെന്റഗന്റെ ഒഫീഷ്യലായിട്ടുള്ള മൈക്കിൾ റുബിൻ അദ്ദേഹം ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഒക്ടോബർ 7 ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചത്, അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കാശ്മീരിൽ ഇവരെ ആക്രമിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെ മാത്രം, കാരണം ജൂതന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഒക്ടോബർ 7 ആക്രമണം. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, നീ ഹിന്ദു ആണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഖലിമ അടക്കം ചൊല്ലിപ്പിച്ചൊക്കെയാണ് ഈ വെടിവെച്ചതും നിരായുധരായ പാവപ്പെട്ടവർക്ക്, വിനോദസഞ്ചാരികൾക്ക് നേരെ വെടി ഉതിർത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹമാസ് ഇസ്രായേലിനെ എങ്ങനെ ആക്രമിച്ചു, അതിന് സമാനമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയ പാകിസ്ഥാന് എങ്ങനെയാണോ ഇസ്രായേൽ മറുപടി കൊടുത്തത്, ഹമാസിന് എങ്ങനെയാണോ ഇസ്രായേൽ മറുപടി കൊടുത്തത്, അതേ രീതിയിലുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള അതേ രീതിയിലുള്ളൊരു മറുപടി ഇന്ത്യ കൊടുക്കണം. പാകിസ്ഥാനെ മുച്ചൂടും മുട്ടിക്കുന്ന രീതിയിലുള്ള, എന്തിനാണ് ഇനി പാകിസ്ഥാൻ എന്ന് ഒരു അവസ്ഥ. കാരണം ആ ഒരു രാജ്യം കൊണ്ട് പലവർക്കും ലോകത്ത് മുഴുവൻ തീവ്രവാദവും മയക്കുമരുന്നും അതേപോലുള്ള കള്ളക്കടത്തും
അനധികൃതമായിട്ടുള്ള ആയുധക്കടത്തുമൊക്കെയാണ് ഈ രാജ്യം ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു രാജ്യം എന്ന് പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ നരേന്ദ്രമോദി അമിത്ഷാന്റെ ഒക്കെ നേതൃത്വത്തിൽ കനത്ത പ്രഹരം നൽകുമോ എന്ന് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്, പ്രതികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒരുപാട് ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായി. അതായത് അസാം സർവകലാശാലയിലെ പ്രൊഫസറായ ദേബാശിഷ് ഭട്ടാചാര്യ, അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യക്ക്, എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയോ മറ്റേതൊരു മാധ്യമമാണ്, ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ബൈറ്റിൽ പറയുന്നത് എങ്ങനെയാണ് ആ ദാരുണമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വാക്കുകളിലൂടെ വാചാലനാവുകയും ഭീതിതയോടുകൂടിയും പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ആ പൈൻ കാടുകൾ നിറയെ അതിമനോഹരമായിട്ടുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഈ താഴ്വരയിൽ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നടുക്കം സൃഷ്ടിക്കുന്ന വാക്കുകളാണത്. അതായത് എത്രമാത്രം മത തീവ്രവാദത്തിൻ്റെ അലയൊലികൾ ആളുകളുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ആശയത്തിൻ്റെ പുറത്ത് കയറിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. അതായത് കൂടെ നിന്നവർക്കൊപ്പം പ്രാർത്ഥനാവചനങ്ങൾ ഉരുവിട്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് ദേബാശിഷ പറഞ്ഞത്. ലാ ഇലാഹ ഇന്നല്ലാ ചൊല്ലിയപ്പോൾ എന്നെ വെറുതെ വിട്ടു. അതായത് ഞാൻ ഈ പൈൻ കാടുകൾക്കിടയിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നതാണ് ഞാൻ കേട്ടത്. ഞാൻ പെട്ടെന്ന് അവിടത്തേക്ക് ഓടിച്ചെന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് തോക്കുധാരികളായിട്ടുള്ള ഭീകരവാദികൾ വന്നു. അപ്പോൾ എന്നെ വെടിയുതിർക്കാനാണ് അവർ ശ്രമിച്ചത്. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും ഞാൻ തിരിച്ച് മറുപടി പറയാതെ ലാ ഇലാഹ ഇന്നല്ലാ എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്നെ അവിടെ നിർബന്ധിപ്പിച്ച് ചൊല്ലിപ്പിച്ചതല്ല, മറ്റുള്ളവരൊക്കെ ചൊല്ലുന്നത് കണ്ടപ്പോൾ ഞാനും ചൊല്ലി. അങ്ങനെ ചൊല്ലിയപ്പോഴാണ് എന്നെ വെടിയുതിർക്കാതെ അവർ എന്നെ വെറുതെ വിട്ടത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിയ പ്രതികരണം വന്നത് നമ്മൾ ഏറ്റവും ഈ ഒരു ഭീകരവാദത്തിലെ ഏറ്റവും സങ്കടം ജനിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു കേണൽ വിനയുടെ അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരത്തിന് മുമ്പിൽ ആ ഭാര്യയെ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിരുന്നു. ആ സ്ത്രീ, ആ പെൺകുട്ടി ഈ പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നടുക്കം ഉണ്ടാക്കുന്ന വാക്കുകളല്ലേ. ബേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ ഓടി വന്നു നമ്മളടുത്തേക്ക്. പെട്ടെന്നൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവൻ മുസ്ലിം അല്ല. ഉടനെ തന്നെ നെഞ്ചിലും തലയ്ക്കൊക്കെ വെടിയുതിർക്കുകയായിരുന്നു. ഇതാണ് അവർ പറഞ്ഞ മാധ്യമങ്ങൾക്ക് നൽകിയ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ തീർത്തും ഒരു ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു വലിയ ക്രൂരതയായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്നത് ഒരു വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് എന്താണ് ഈ ഖലിമ എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇസ്ലാമിക സമ്പ്രദായ പ്രകാരം ഈ ഖലിമ എന്ന് പറയുന്നത് ഒരുപാട് ഖലിമകളുണ്ട്, 6 ഖലിമകളുണ്ട്. അതിൽ ആദ്യത്തെ ഖലിമ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലില്ല. അതായത് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ചാറ്റ് GPT പറയുന്നതാണ് കേട്ടോ. അതിൽ പറയുന്നത്, ഐ ബെയർ വിറ്റ്നസ് ദാറ്റ് ദർ ഇസ് നോ ഗോഡ് ബട്ട് അള്ള. അള്ളയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് അല്ലാതെ മറ്റൊരു പ്രവാചകനില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ആ ഒരു ഖലിമ. അതേപോലുള്ള 6 ഖലിമകളുണ്ട്. അപ്പോൾ എന്തായാലും ഏത് ദൈവമായിക്കോട്ടെ, ഹിന്ദുവിലെ ദൈവമായിക്കോട്ടെ, ക്രിസ്ത്യാനിയിലെ ദൈവമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് ദൈവവും ആയിക്കോട്ടെ, എനിക്കപ്പുറം മറ്റൊരാളില്ല, ഞാൻ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം ലോകത്ത് മുഴുവൻ തീവ്രവാദം പടർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുമുണ്ട്.